വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ടോപ്പിക് അഥവാ സ്റ്റാർട്ടേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് സ്റ്റാർട്ടർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഒരു ഫിഗർ ആണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫിഗർ ആണ് കാണിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ലോഡ് റെസിസ്റ്റർ ഉണ്ട്, പിന്നെ കോയിൽസ്, സ്പൈറൽ സ്പ്രിങ്, ഓവർലോഡ് റിലീസ് കോയിൽ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീടുകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ, അതായത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ ആണിത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് പോവാം. Point starter connects the resistor in series with the circuit, which reduces the high starting current and hence protects the machines from damage. 3 പോയിന്റ് സ്റ്റാർട്ടറിലെ റെസിസ്റ്റൻസിനെ നമ്മൾ സീരീസ് ആയിട്ടാണ് വെക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇനീഷ്യലി അതായത് തുടക്കത്തിൽ ഉണ്ടാവുന്ന സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റൻസിനെ നമ്മൾ സീരീസ് ആയിട്ട് വെക്കുന്നത്. അങ്ങനെ കറന്റ് നമ്മൾ കുറച്ചാൽ തന്നെ നമ്മുടെ മെഷീൻസിന് വരുന്ന ഡാമേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. Mainly, there are three main points or terminals in 3-point starter of a DC motor. DC മോട്ടോറിലെ സ്റ്റാർട്ടറിലൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് 3 ടെർമിനൽസ് ഉണ്ട്. അത് എൽ, എ, എഫ്, ഇങ്ങനെ 3 ടെർമിനൽസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലൈൻ ടെർമിനൽ, എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ടെർമിനൽ, എഫ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ടെർമിനൽ. ഈ ലൈൻ ടെർമിനലിനെ പോസിറ്റീവ് സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എ ടെർമിനൽ അഥവാ ആർമേച്ചർ ടെർമിനലിനെ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എഫ് ടെർമിനൽ അഥവാ ഫീൽഡ് ടെർമിനലിനെ നമ്മൾ ഫീൽഡ് ടെർമിനൽ വൈൻഡിങ്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡി സി മോട്ടോറിലെ ഒരു സ്റ്റാർട്ടേഴ്സ് ആണ് ഈ 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ. അതാണ് നമ്മളിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രേഡഡ് റെസിസ്റ്റൻസ് ആർ ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്. ഒരു റെസിസ്റ്റൻസ് ആർ ഉണ്ട്, അതെന്തിനാന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. The handle H is kept in off position by a spring S. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച ഫിഗർ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഇത് പഠിക്കാനും. അതിലൊരു ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പ്രിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹാൻഡിൽ ആദ്യം നമ്മൾ ഓഫ് ആക്കിയിട്ട് വെക്കും ബൈ എ സ്പ്രിങ്, ഒരു സ്പ്രിങ് കൊണ്ട്. പിന്നെ ഹാൻഡിൽ ഇങ്ങനെ മാനുവലി മൂവ് ചെയ്ത് തുടങ്ങും. ദ ഹാൻഡിൽ എച്ച് ഈസ് മാനുവലി മൂവ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് ദ മോട്ടോർ. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിലിനെ നമ്മൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് when it contacts the resistance stud 1, the motor is set to be in start positions. അങ്ങനെ ഈ ഹാൻഡിൽ മൂവ് ചെയ്തിട്ട് അത് റെസിസ്റ്റൻസിന്റെ അടുത്തെത്തി അവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറ്റും, ഈ മോട്ടോർ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പൊസിഷനിലേക്ക് മാറും. In this initial start position, the field windings of the motor receives the full supply voltage and the armature current is limited to a certain safe value by the resistance R. അതായത് നമ്മൾ പറഞ്ഞു ഹാൻഡിൽ അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് പിന്നെ അത് റെസിസ്റ്റൻസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് മോട്ടോർ എന്താവുന്നത്, സ്റ്റാർട്ട് ആവുന്നത്. ഈ സ്റ്റാർട്ട് പൊസിഷൻ അതായത് ഈ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ സമയത്ത് ഈ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് മൊത്തം സപ്ലൈ വോൾട്ടേജും അത് ഫീൽഡ് വൈൻഡിങ്സിലേക്ക് റിസീവ് ചെയ്യും. ആൻഡ് ആർമേച്ചർ കറന്റ് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റഡ് ആയിട്ട് വെക്കും. ഈ റെസിസ്റ്റൻസിന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആർമേച്ചർ കറന്റ് നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്ത് വെക്കും. ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് അത് ലിമിറ്റ് ചെയ്ത് വെക്കും. The starter handle is now moved from stud to stud and this build up the speed of the motor until it reaches the run position. ഈ ഹാൻഡിൽ ഇങ്ങനെ വീണ്ടും മൂവ് ചെയ്ത് റെസിസ്റ്റൻസിൽ എത്തി അത് സ്റ്റാർട്ട് ആവും. പിന്നെ അത് റണ്ണായി തുടങ്ങണമല്ലോ, അത് റണ്ണായി തുടങ്ങാൻ ഹാൻഡിൽ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അത് റണ്ണിങ് പൊസിഷനിൽ എത്തുന്ന വരെ എന്താവും, നമ്മൾ ഈ സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള വർക്കിംഗ് ഇങ്ങനെയാണ് സ്റ്റാർട്ടറിന്റെ. Run position by an electromagnet energized by a no volt trip coil. ഈ ഹാൻഡിൽ എച്ച് റൺ പൊസിഷനിൽ is held in run position by an electromagnet. ഒരു ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹാൻഡിലിനെ റൺ പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ബൈ എ നോ വോൾട്ട് ട്രിപ്പ് കോയിൽ അഥവാ NVC. While the motor supply voltage fails, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ നോൺ വോൾട്ട് ട്രിപ്പ് കോയിൽ അതായത് നമ്മൾ NVC എന്ന് പറഞ്ഞല്ലോ അത് ഡി എനർജൈസ് ആയി മാറും. The handle is released and pulled back to the off position by the acting of the spring.
ഈ ഹാൻഡിൽ എന്നിട്ട് എന്താവും, അങ്ങനെ ഡി എനർജൈസ് ആയി കഴിഞ്ഞാൽ ഹാൻഡിൽ അവിടുന്ന് റിലീസ് ആവും. എന്നിട്ട് അത് വീണ്ടും അത് എന്ത് പൊസിഷനിലേക്ക് മാറും, ഓഫ് പൊസിഷനിലേക്ക് മാറും. The other protective device incorporated in a starter is the overload protection. വേറെയുള്ളൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഈ സ്റ്റാർട്ടറിൽ ഉള്ളതെന്ന് പറയുന്നത് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ഓവർലോഡ് ട്രിപ്പ് കോയിൽ അഥവാ OLC ആൻഡ് ദ നോ വോൾട്ടേജ് കോയിൽ NVC provide the overload protection of the motor. ഈ OLCയും NVCയും ആണ് മോട്ടോറിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ്. The overload coil is made up of small electromagnet which carries the armature current. ഈ ഓവർലോഡ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സ്മോൾ ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതിലാണ് നമ്മൾ ആർമേച്ചർ കറന്റ് ക്യാരി ചെയ്തിട്ടുള്ളത്. The magnetic pull of the overload trip coil is insufficient to attract the strip for the normal values of armature current. ഈ ഓവർലോഡ് ട്രിപ്പ് കോയിൽ അഥവാ നമ്മള് ഓവർലോഡ് ട്രിപ്പ് കോയിൽ OLC നമ്മൾ പറഞ്ഞു. അത് എന്താണ്, അതിന്റെ മാഗ്നറ്റിക് പുള്ള് എന്ന് പറയുന്നത് വളരെ ഇൻസഫിഷ്യന്റ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്ട്രിപ്പിന് അതിനെന്ത് ചെയ്യാൻ പറ്റത്, അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്. When the motor is overloaded, that is the armature current exceeds the normal rated value. അതായത് മോട്ടോർ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചർ കറന്റ് എന്താവും, നമ്മളെ നോർമൽ റേറ്റഡ് വാല്യൂവിനേക്കാളും അത് കൂടിപ്പോകും, എക്സീഡ് ആകും. Then the P is attracted by the electromagnet of the OLC and closes the contact. Thus, the no voltage coil is short circuited. As a result, the H is released, which turns to the off position, and the motor supply is cut off. അതായത് എങ്ങനെയാണ് നമ്മളെ മോട്ടോർ സപ്ലൈ കട്ട് ഓഫ് ആവുന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മളെ മോട്ടോർ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ ആർമേച്ചർ കറന്റ് നമ്മളെ നോർമൽ റേറ്റഡ് വാല്യൂവിനേക്കാളും കൂടിപ്പോകും. അപ്പോൾ എന്താവും, നമ്മളെ P എന്ന് പറഞ്ഞ ആ പോയിന്റ് ഇലക്ട്രോ മാഗ്നറ്റ് കാരണം അത് അട്രാക്റ്റ് ആയിട്ട് മാറിയിട്ട് ക്ലോസ്ഡ് ആവും, അവിടെ കോണ്ടാക്ട് ക്ലോസ് ആവും. അപ്പൊ ആ സമയത്ത് നമ്മുടെ NVC അഥവാ നോ വോൾട്ടേജ് കോയിൽ എന്താവും, ഷോർട്ട് സർക്യൂട്ടഡ് ആയിട്ട് മാറും. ആ സമയത്ത് നമ്മളുടെ ഹാൻഡിൽ H റിലീസ് ആയിട്ട് എന്താവും, ഈ മോട്ടോറിന്റെ സപ്ലൈ തന്നെ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് മോട്ടോർ ഓഫ് പൊസിഷൻ അഥവാ സപ്ലൈ കട്ട് ഓഫിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ്. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ അഥവാ DOL സ്റ്റാർട്ടറിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. കോണ്ടാക്ടർ കോയില്, കോണ്ടാക്ട്സ്, തെർമൽ ഓവർലോഡ്, കോണ്ടാക്ടർ, ഇൻഡക്ഷൻ മോട്ടോർ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, ഒരു ഡയറക്റ്റ് OL അഥവാ DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ AC മോട്ടോർ ബിലോ 5 HP. 5 HP ബിലോ ഉള്ള AC മോട്ടോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യാറ്. The DOL starter directly onto the supply, which will not reduce the starting current, but it protects the motor from the overload. ഈ DOL സ്റ്റാർട്ടറിന് നമ്മൾ ഡയറക്റ്റ്ലി സപ്ലൈക്കാണ് കൊടുക്കാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 പോയിന്റ് സ്റ്റാർട്ടറിൽ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി അതിന്റെ കറന്റ് കുറക്കുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതില്ല, ഇവിടെ സ്റ്റാർട്ടിങ് കറന്റ് കുറക്കൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്താണ് ഇവിടെ മെഷീനെ അത് പ്രൊട്ടക്ട് ചെയ്യും. To start the motor, press the start switch. The motor start ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും ഒരു സ്റ്റാർട്ട് സ്വിച്ച്, അത് അമർത്തിയാൽ മതി. To stop switch in series with it is a press off to off switch. അതായത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അമർത്തിയാൽ മതി, സ്റ്റോപ്പ് അഥവാ ഓഫ് സ്വിച്ച് അമർത്തിയാൽ അത് ഓഫ് ആവും ചെയ്യും. As the start switch is pressed, the contactor coil gets connected across the lines Y and B. നിങ്ങളിവിടെ കോണ്ടാക്ടർ കോയിൽസ് കാണുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ കോയിൽ എന്തിന്, ലൈൻ YB, നിങ്ങൾ 3 വൈ കാണുന്നുണ്ട്, ലൈൻസ് കാണുന്നുണ്ടാവും, RYB. ആ 3 ലൈനുമായിട്ട് എന്താവും, നമ്മളെ കോണ്ടാക്ടർ കോയിൽസ് കണക്റ്റഡ് ആവും. ദ ആർമേച്ചർ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർമേച്ചർ റോഡ് ഷോൺ ബൈ ദ ഡോട്ടഡ് ലൈൻസ്. ഇതിലുള്ള ആ ഡോട്ടഡ് ലൈൻസ്, സെന്റർ കൂടെ ഉള്ള ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മൾ ആർമേച്ചർ റോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പുൾഡ് ടുവേർഡ്സ് ദ കോണ്ടാക്ടർ കോയിൽ ആൻഡ് ഇസ് നോർമലി ഓപ്പൺ കോണ്ടാക്ട് C1, C2, C3 ആൻഡ് C4 വിൽ ബി ക്ലോസ്ഡ്. അതായത് ഈ നമ്മൾ ആർമേച്ചർ റോഡ് കോണ്ടാക്ടർ കോയിൽസുമായിട്ട് കോയിൽസിനോട് അനുബന്ധമായിട്ട് പുള്ള് ചെയ്യുമ്പോൾ നമ്മുടെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള ഈ C1, C2, C3, C4 എന്നുള്ള 4 കോണ്ടാക്ട്സുകൾ എന്തായി മാറും, അത് ക്ലോസ്ഡ് ആയിട്ട് മാറും.
അപ്പോൾ ഇതാണ് ഒരു DOL സ്റ്റാർട്ടറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് സപ്ലൈ തന്നെയാണ്. പിന്നെ AC മോട്ടോർ ഡയറക്റ്റ് സപ്ലൈയിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഇനീഷ്യൽ കറണ്ട് ഒന്നും ഇവിടെ കൂടുതൽ ഉണ്ടാവില്ല. പിന്നെ AC മോട്ടോർ 5 HP-നേക്കാളും കുറവുള്ള AC മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നമ്മൾ DOL സ്റ്റാർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ കോയിൽസ് YB അല്ല ലൈൻസുമായിട്ട് കണക്റ്റഡ് ആയി മാറും. പിന്നെ നമ്മൾ ആർമേച്ചർ റോഡ് കോണ്ടാക്ടർ കോയിലിലേക്ക് അനുബന്ധമായി പുൾ ചെയ്യുമ്പോൾ എന്താവും, നമ്മളെ കോണ്ടാക്ട്സ് 4 കോണ്ടാക്റ്റുകൾ ഉണ്ട് ഇതിൽ, C1 C2 C3 C4. അതെന്തായി മാറും, ക്ലോസ്ഡ് ആയിട്ട് മാറും. AC supply is connected to the stator winding through contacts C1 C2 and C3. ഇതിലേക്കുള്ള AC സപ്ലൈ കൊടുക്കുന്നത് ആ C1 C2 C3-ലൂടെയാണ്. The additional contact C4 is connected across the start switch. ഈ C4 എന്നുള്ള കോണ്ടാക്ട് സ്റ്റാർട്ട് സ്വിച്ചിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് കീപ്സ് ദ കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ഈവൻ ആഫ്റ്റർ റിലീസിംഗ് ദ സ്റ്റാർട്ട് സ്വിച്ച്. കോണ്ടാക്ടർ കോയിലിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ C4 അഥവാ അഡീഷണൽ ആയിട്ടുള്ള C4 കോണ്ടാക്ട് ഉപയോഗിക്കുന്നത്. ഇഫ് വി വാണ്ട് ടു സ്റ്റോപ്പ് ദ മോട്ടോർ ദെൻ പ്രസ് ദ സ്റ്റോപ്പ് സ്വിച്ച്. നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് സ്വിച്ച് അമർത്തിയാൽ മതി. ദിസ് വിൽ ഡിസ്കണക്ട് ദ കോണ്ടാക്ടർ കോയിൽ ഫ്രം AC സപ്ലൈ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ കോയിൽ AC സപ്ലൈയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. Then all contacts are open circuited and the stator disconnected from the AC supply. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ കോണ്ടാക്ട്സ്, നമ്മൾ C1 C2 C3 C4 എന്നുള്ള 4 കോണ്ടാക്ട്സുകൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതെല്ലാം ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ട് മാറും. നമ്മൾ ആ സ്റ്റേറ്ററും എന്താവും, AC സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ കോണ്ടാക്ടർ കോയിൽ AC സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. നമ്മളെ കോണ്ടാക്ട്സുകളെല്ലാം ഓപ്പൺ സർക്യൂട്ടഡ് ആകും. പിന്നെ സ്റ്റേറ്ററും എന്താവും, AC സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകും. ആണ് ഒരു ഔട്ട്ലുക്ക് ഓഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഈ ഫിഗർ. നിങ്ങൾ ഇങ്ങനെ ഒരു ഡിവൈസ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഇന്റേണൽ ഡയഗ്രാം ആണ് സെക്കൻഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും കാണാൻ പറ്റും. പിന്നെ AM MM അതൊക്കെ നമ്മളെ കോണ്ടാക്ട്സുകളാണ്. പിന്നെ ഇതാണ് ഒരു DC മോട്ടോറിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടറിന്റെ ഒരു ഫിഗർ. DOL ആണ് പറഞ്ഞത്, സ്റ്റാർ ഡെൽറ്റ ആണ്. രണ്ടിന്റെ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. Star delta starterൽ stator winding of the motor is connected in star configuration at the time of starting. ഇതിൽ stator winding കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാർ കോൺഫിഗറേഷൻ ആണ്. അതായത് സ്റ്റാർ കണക്റ്റഡ് രീതിയിലാണ് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. This reduces the voltage across each winding to 1/√3 of the rated voltage. ഈ സ്റ്റാർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തിട്ടുള്ളതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഓരോ വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും. 1/√3 ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റാർ കണക്ഷൻ, സ്റ്റാർ കോൺഫിഗറേഷൻ രീതിയിലുള്ള ഒരു കണക്ഷൻ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. The line current is reduced as proportional to VL. ലൈൻ കറന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. When the motor accelerates, the stator is connected in delta configuration. അതായത് മോട്ടോർ ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റേറ്റർ എന്തായിട്ട് മാറും, ഡെൽറ്റ കോൺഫിഗറേഷനിലേക്ക് മാറും. To apply the rated voltage to the winding and the current will be proportional to VL. ഇതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കണക്ഷൻ. അതായത് ഇവിടെ ഒരു സ്റ്റാർ കോൺഫിഗറേഷനും ഡെൽറ്റ കോൺഫിഗറേഷനും ആ സ്റ്റാർട്ടറിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മോട്ടോർ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണ് ഡെൽറ്റ കോൺഫിഗറേഷനിലേക്ക് സ്റ്റേറ്റർ മാറുന്നത്. അതിനു മുമ്പ് സ്റ്റേറ്റർ വൈൻഡിങ്സ് എന്താണ്, സ്റ്റാർ കോൺഫിഗറേഷനിലാണ്. സ്റ്റാർ കോൺഫിഗറേഷനിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് വോൾട്ടേജ്, വൈൻഡിങ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജസ് ഒക്കെ നമുക്ക് 1/√3 ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ടറിൽ അറിയാനുള്ളത്. ഒന്ന് 3 പോയിന്റ് സ്റ്റാർട്ടർ, ഒരു DOL സ്റ്റാർട്ടർ, ഒന്ന് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പോൾ അതിന്റെ ഫിഗറുകൾ, അതായത് ലൈൻസ് വെച്ചിട്ടുള്ള ആ ഫിഗറുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതെന്തായാലും പഠിക്കുക, അതെന്തായാലും വരയ്ക്കും ചെയ്യുക, കമ്പാരിസൺ ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാക്കി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഇനി നമുക്ക് ഒരു സെക്ഷനും കൂടെ ഉള്ളൂ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.